വെൽക്കം ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. നമ്മൾ ഐ ബട്ടണിലും അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഫസ്റ്റ് തന്നെ എന്താണ് ഇൻസോൾവൻസി എന്ന് നമ്മൾ അറിയണം അല്ലേ? ഇൻസോൾവൻസി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയണം. അതായത് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണറിന് അയാളുടെ ഡെപ്റ്റ് പേ ചെയ്യാൻ അൺഎബിൾ ആവുകയാണെങ്കിൽ, ഓക്കെ, when a partner is unable to pay his debts in full due to lack of sufficient assets, then it is called insolvency. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാപ്പരാവുക എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഒരാൾക്ക് അയാളുടെ ബാധ്യതകൾ കൊടുക്കാനുള്ള കഴിവില്ലാതാവുക, അയാളുടെ കയ്യിൽ ക്യാഷോ അസറ്റ്സോ ഒന്നും ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ ഇൻസോൾവെൻ്റ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലും അത് തന്നെയാണ്. എന്താണ്? when a partner is unable to pay his debts in full due to lack of sufficient assets. So in partnership accounting, this situation arises at the time of dissolution of a firm. So normally ഒരു സിറ്റുവേഷൻ വരുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിൻ്റെ കേസിലാണ്. when a partner's capital account show a debit balance and he cannot pay the amount owed. So എപ്പോഴാണ് ഒരു പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ എപ്പോഴാണ് ഇൻസോൾവെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? അവിടെ ഡെബിറ്റ് ബാലൻസ് ആകുമ്പം നോർമലി നമുക്ക് ക്യാപിറ്റലിന് എന്ത് ബാലൻസ് ആണ്? ക്യാപിറ്റലിന് എന്ത് ബാലൻസ് ആണ്? ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. സോ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്ക് വരിക. നോർമലി ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബട്ട് വെൻ ഡെബിറ്റ് ബാലൻസ് ആകുമ്പോൾ എന്താണ്? അവിടെ ഇൻസോൾവെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി എന്തൊക്കെയാണ് ഈ ഒരു കേസിൽ നമുക്ക് നോക്കാനുള്ളത്? ഇഫ് എ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോ എ ഡെബിറ്റ് ബാലൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡെബിറ്റ് ബാലൻസ് അറ്റ് ദി ടൈം ഓഫ് ഡിസൊല്യൂഷൻ ആൻഡ് ദ പാർട്ട്ണർ ഈസ് ഡിക്ലെയർഡ് ഇൻസോൾവെന്റ്, ദ ഫേം ഫേസസ് എ ലോസ് അല്ലേ? അപ്പം ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആണെങ്കിൽ ആ ഫേമിന് ലോസ് ആണ് വരുന്നത്. അപ്പം ഈ ലോസ് ആര് ബെയർ ചെയ്യേണ്ടി വരും? ബാക്കിയുള്ള സോൾവെന്റ് പാർട്ട്നേഴ്സ് ആയിരിക്കും ബെയർ ചെയ്യേണ്ടി വരിക. ഓക്കെ, ബാക്കിയുള്ള സോൾവെന്റ് പാർട്ട്നേഴ്സ്, ഇപ്പം എ ബി സി എന്ന് പറഞ്ഞ പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ സി ഇൻസോൾവെന്റ് ആവുകയാണെങ്കിൽ ബാക്കി എയും ബിയും ആണ് സോൾവെന്റ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പം ഈ ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ബാധ്യതകൾ എയും ബിയും കൂടി ഷെയർ ചെയ്യേണ്ടി വരും. അപ്പം നോർമലി നമ്മളിത് ഷെയർ ചെയ്യുന്നത് കാര്യം നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ, ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇപ്പം ഏതെങ്കിലും രണ്ട് കേസാണ് നോർമലി വരിക. ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഈ ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ലയബിലിറ്റി നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കേണ്ടി വരും. അതായത് സോൾവെന്റ് പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഗ്രീഡ് റേഷ്യോയിൽ, ഓക്കെ, എഗ്രീഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോയിലായിരിക്കും നോർമലി ചെയ്യേണ്ടി വരിക. ഇനി അങ്ങനത്തെ ഒരു കേസസും ഇല്ലെങ്കിൽ, ഓക്കെ, അങ്ങനത്തെ ഒരു കേസസും ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളാണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗാർണർ വേഴ്സസ് മുറേ റൂൾ. ഇത് ഗാർണർ വേഴ്സസ് മുറേ കേസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കേസുമായി ബന്ധപ്പെട്ടിട്ട് വന്ന റൂളാണ് ഈ ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്ന് പറയുന്നത്. അത് കേസ് ഉണ്ടാകുന്നത് 1903 1903 ഇംഗ്ലണ്ടിൽ നടന്ന ഒരു കേസാണ് ഗാർണർ വേഴ്സസ് മുറേ കേസ് എന്ന് പറയുന്നത്. ഇവിടെ 3 പാർട്ട്നേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 പാർട്ട്നേഴ്സ് ഒരു ബിസിനസ് നടത്തുമായിരുന്നു. അതായത് ഗാർണർ, മുറേ, അതുപോലെ തന്നെ വിൽക്കിൻസ്. ഈ 3 പാർട്ട്നേഴ്സ് കൂടിയിട്ട് എന്ത് ചെയ്തു? ബിസിനസ് നടക്കുന്നുണ്ടായിരുന്നു. സോ അതിൽ വിൽക്കിൻസ് എന്തായി? വിൽക്കിൻസ് ഇൻസോൾവെൻ്റ് ആയി. ഓക്കെ, വിൽക്കിൻസ് എന്ന് പറയുന്ന പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആകുന്നു. ഇവർ 3 പേരും ഈക്വലി ആയിരുന്നു, ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിരുന്നു. ബട്ട് ഡിഫറെൻറ്റ് ക്യാപിറ്റൽ റേഷ്യോസ് ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഡിഫറെൻറ്റ് ക്യാപിറ്റൽ റേഷ്യോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത്തരം കേസിൽ അപ്പം ഇനി ഈ വിൽക്കിൻസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട്ണർ എന്താ? ഇൻസോൾവെൻ്റ് ആയി. അപ്പം ബാക്കിയുള്ള ഈ 2 സോൾവെന്റ് പാർട്ട്നേഴ്സാണ് ഈ വിൽക്കിൻസിൻ്റെ
ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നത്. അപ്പം ഏത് റേഷ്യോയിലാണ് നമ്മൾ എടുക്കുക? ഈക്വൽ പ്രോഫിറ്റ് ഷെയറിങ് ഈക്വൽ ആയിട്ട് എടുക്കുമ്പം അതിനൊരു ഇതില്ല, കാരണം അവർ ഡിഫറെൻ്റ് ആയിട്ടാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അത്തരം ഒരു കേസിൽ ഉണ്ടായ ഒരു കേസാണ് ഗാർണർ വേഴ്സസ് മുറേ കേസ്. അവർ കോർട്ടിൽ പോയിട്ട് അപ്പം കോർട്ട് ഓർഡർ ചെയ്തതാണ് ആ ഒരു ഗാർണറും മുറയും അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിലാണ് എന്ത് ചെയ്യേണ്ടത്, അവരുടെ ഡെഫിഷ്യൻസി, അതായത് ഇൻസോൾവെന്റ് പാർട്ണറിന്റെ ഡെഫിഷ്യൻസി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. So according to this rule, the deficiency of insolvent partner should be borne by the solvent partners. Okay. ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ഡെഫിഷ്യൻസീസ് ബോൺ ചെയ്യേണ്ട ഉത്തരവാദിത്തം, ആ ബാധ്യത ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം സോൾവെന്റ് പാർട്ട്നേഴ്സിന്റെയാണ്. The deficiency is distributed in the capital ratio of the solvent partners, not profit sharing ratio. സോ പാർട്ട്ണർഷിപ്പ് ഡീഡിലോ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിലോ ഒന്നും വെച്ചിട്ടില്ല എങ്കിൽ ആ ഒരു ഡെഫിഷ്യൻസി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ റേഷ്യോയിലാണ്, അക്കോർഡിംഗ് ടു ഗാർണർ വേഴ്സസ് മുറേ റൂൾ, നോട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സംടൈംസ് the profit sharing ratio may be equal or in other ratio. ഇനി applicability of Garner versus Murray. So it is applied only in case of fixed capital method. ഓക്കെ, ഈ ഒരു റൂള് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സോ അതൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നോട്ട് ആപ്ലിക്കബിൾ ഇഫ് ഓൾ പാർട്ട്നേഴ്സ് ആർ ഇൻസോൾവെന്റ്. ഓക്കെ, എല്ലാ പാർട്ട്ണറും ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ അവിടെ സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇല്ല, അപ്പോൾ ഈ ഗാർണർ വേഴ്സസ് മുറേ റൂൾ അവിടെ ആപ്ലിക്കബിൾ ആവില്ല. നോട്ട് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ് ഇൻ ഇന്ത്യ വേർ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് കണ്ടെയ്ൻസ് ആൻ എഗ്രിമെന്റ് ഓൺ ഹൗ ടു ഡീൽ വിത്ത് ഇൻസോൾവൻസി. ഞാൻ ഓൾറെഡി ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂൾ അല്ല നമ്മൾ ആപ്ലിക്കബിൾ ആക്കുന്നത്, പകരം ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന റൂളാണ് നമ്മൾ ആപ്ലിക്കബിൾ ആക്കുന്നത്. ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ എടുക്കുന്നത്? ക്ലോസ് ഓൾ റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ബൈ ട്രാൻസ്ഫറിങ് ടു ദ റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ റിയൽ അക്കൗണ്ട്, അതായത് അസറ്റ്സ് ഒക്കെ വരുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്, എല്ലാ റിയൽ അക്കൗണ്ടും അതുപോലെ എക്സ്പെൻസസ് ഒക്കെ വരുന്ന നോമിനൽ അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ട്രാൻസ്ഫർ ദ ഗെയിൻ ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിയലൈസേഷനിൽ നിന്ന് വരുന്ന ഗെയിനോ ലോസോ പ്രോഫിറ്റോ ലോസോ നമ്മൾ എങ്ങോട്ട് മാറ്റണം? പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഐഡന്റിഫൈ ദ ഇൻസോൾവെന്റ് പാർട്ട്ണർ ആൻഡ് കാൽക്കുലേറ്റ് ദ ഡെഫിഷ്യൻസി. ആരാണ് ഇൻസോൾവെന്റ് ആയിരിക്കുന്ന പാർട്ട്ണർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ എത്രയാണ് ഡെഫിഷ്യൻസി, എത്ര കുറവാണുള്ളത് അവരുടെ ക്യാപിറ്റല്, എത്രയാണ് ഡെബിറ്റ് ബാലൻസ് ഉള്ളത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഡിസ്ട്രിബ്യൂട്ട് ദ ഡെഫിഷ്യൻസി അമംഗ് സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇൻ ക്യാപിറ്റൽ റേഷ്യോ. പിന്നീട് എന്ത് ചെയ്യണം? ആ ഒരു ഡെഫിനിഷനെ നമ്മൾ ക്യാപിറ്റൽ റേഷ്യോയിലാണ് സോൾവെന്റ് പാർട്ട്നേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി എന്തൊക്കെയാണ് സോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി? Solvent partners are required to bring cash equal to their share of loss on realization. Okay, അപ്പോൾ ഈ ഒരു ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ എഫിഷ്യൻസി ക്യാപിറ്റൽ റേഷ്യോയിൽ ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എന്താണ് ഷെയർ ഓഫ് ലോസ് ഓൺ റിയലൈസേഷൻ. ഓക്കെ, ആ ഒരു ലോസിന്റെ ഷെയർ എന്ത് ചെയ്യണം? ക്യാഷ്, അത്രയും ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ദെൻ ദ എമൗണ്ട് പേയബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സ് ഡെഫിഷ്യൻസി. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ ഡെഫിഷ്യൻസി ആര് ബെയർ ചെയ്യണം? സോൾവെന്റ് പാർട്ട്ണർ ആണ് ബെയർ ചെയ്യേണ്ടത്. ആ ഒരു എമൗണ്ട് സോൾവെന്റ് പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.